ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് അടക്കാം. ഇന്ന് നിഫ്റ്റി 33 പോയിന്റ്സിൻ്റെ ഉയർച്ച കാണാൻ സാധിച്ചു. രാവിലെ ഗ്യാപ്പ് ഡൗണിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നീട് നിഫ്റ്റി റിക്കവർ ചെയ്ത് 22,713 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 100 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 51,548 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 142 പോയിന്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 53,677 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 59 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 15,650 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 25.52 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 73,319 ക്ലോസ് ചെയ്തപ്പോൾ 185 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്നത്തെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 7,208 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII കനത്ത സെല്ലിംഗ് തുടരുകയാണ്. 9,931 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി FMCG, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്യുമ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അത് നിഫ്റ്റി ഓട്ടോ 24,089 ക്ലോസ് ചെയ്തപ്പോൾ 149 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 103 പോയിന്റ്സ് കുറഞ്ഞ് 35,299 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 59 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 24,041 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 46,232 ക്ലോസ് ചെയ്യുമ്പോൾ 96 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയറിന് 121 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 13,934 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇൻഫ്ര 39 പോയിന്റ്സ് കുറഞ്ഞ് 8630 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 772 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 30,441 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 5 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 1,303 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ 44 പോയിന്റ്സ് കുറഞ്ഞ് 11,456 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,842 ക്ലോസ് ചെയ്തപ്പോൾ 86 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 203 പോയിന്റ്സ് കുറഞ്ഞ് 21,808 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8134 ക്ലോസ് ചെയ്യുമ്പോൾ 30 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി എന്ന് 7 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 672 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 22,331 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ ഹോളിഡേ ആയിരുന്നു. വെനസ്ഡേ 22,679 ക്ലോസ് ചെയ്തു. ഇന്ന് തേഴ്സ്ഡേ 22,713 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ 106 പോയിന്റ്സിൻ്റെ ഇടിവാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. 0.47% ഫോളോ നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,713 നിൽക്കുമ്പോൾ 13.08% ലോസാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അതായത് 30 ഏപ്രിലിന് 24,334 നിഫ്റ്റി ഇന്ന് 22,713 നിൽക്കുമ്പോൾ കഴിഞ്ഞ 12 മന്ത്സ് ആയിട്ട് 6.66% ലോസാണ് നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ 1,881 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,098 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് HCL Tech 3.53% റാലി നടത്തി. ടെക് മഹീന്ദ്ര 2.63% റാലി നടത്തി. ഇൻഫോസിസ് 1.97% റാലി നടത്തി. വിപ്രോ 1.95%, ടാറ്റ കൺസ്യൂമർ 1.78%, TCS 1.76%, ഹിൻഡൽകോ 1.29%, ബജാജ് ഫിനാൻസ് 1.17%, HDFC ബാങ്ക് 1.17% ആൻഡ് മാരുതി സുസുക്കി 0.98% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ മോട്ടോഴ്സ് 2.58% ഫോളോ കണ്ടു. ഏഷ്യൻ പെയിൻറ്റ്സ് 2.55% ഫോളോ നടത്തി. ഇറ്റേണൽ 2.03%, സൺ ഫാർമ 2.02%, ബജാജ് ഓട്ടോ 1.54%, മാക്സ് ഹെൽത്ത് കെയർ 1.49%, NTPC 1.37%, റിലയൻസ് 1.37%, HDFC ലൈഫ് 1.20% ആൻഡ് ഗ്രാസിം 1.11% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോസെല്ല റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USD ഫോറക്സ് ഡേറ്റ ഇന്ത്യ എന്ന് വരുന്നത് 3 ഏപ്രിലിന്. നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.